إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖികളുടെ കൂട്ടത്തിൽ സ്വർഗം കരസ്ഥമാക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ ഗണത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ലക്ഷക്കണക്കായ ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ കുടുംബാംഗങ്ങളും അറിവിലും പരിചയത്തിലുമുള്ള ആളുകൾ പലരൊക്കെ പോയി കഴിഞ്ഞു, പോയിക്കൊണ്ടിരിക്കുന്നു. അവർ യാത്ര പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് അധ്വാനവും അതേപോലെ തന്നെ വലിയ പ്രയാസവും ഒക്കെ സഹിച്ചുകൊണ്ടാണ് നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹുവിന്റെ ഭവനത്തിൽ ചെല്ലുന്നത്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് ഒരു ഉമ്മ പ്രസവിച്ച പൈതലിനെ പോലെ പാപക്കറകളില്ലാതെ തന്റെ നാടുകളിലേക്ക്, തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചെത്താനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകുമാറാവട്ടെ. അവരുടെ പ്രാർത്ഥനകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, എന്തിനാണ് ഇത്രയധികം സാമ്പത്തിക ബാധ്യതയും ശാരീരികമായ പ്രയാസവും ക്ലേശവും സഹിച്ചുകൊണ്ട് അവർ ഹജ്ജിന് പോകുന്നത്? പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളിലെല്ലാം ഈ പോകുന്ന പ്രദേശങ്ങളിലൊക്കെ നല്ല ചൂടാണ്. കഴിഞ്ഞ ഹജ്ജിന്റെ അനുഭവങ്ങളൊക്കെ ചൂടേറ്റ് ജനങ്ങൾ മരിച്ചു പോകുന്നു. എന്താണ് ഇതിനുള്ള കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയപ്പോൾ ഇസ്ലാമിന്റെ തൂണ് 5 എണ്ണമാണ് എന്ന് പറഞ്ഞു. അതിൽ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണായിക്കൊണ്ട് ഹജ്ജിനെ പഠിപ്പിച്ചു. ഒരു മനുഷ്യന് ഹജ്ജ് ജീവിതത്തിൽ നിർബന്ധമാണ്. ഹജ്ജ് ചെയ്യുക എന്നുള്ളത് അവന് വഴിയൊരുങ്ങിയിട്ടുണ്ടെങ്കിൽ, സമ്പത്തും ആരോഗ്യവും ഒക്കെ ഉണ്ടെങ്കിൽ, അത് ഉള്ള സമയം മുതൽ അവന് ഹജ്ജ് നിർബന്ധമായി. അതിന് വയസ്സേറെ ചെല്ലട്ടെ, കുറച്ചങ്ങ് കഴിയട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കേണ്ടതില്ല. ഹജ്ജും ഉംറയും ഏതൊരാണിനും പെണ്ണിനും ഈ നിബന്ധനകൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. വഴിയൊരുങ്ങിയിട്ടുണ്ടെങ്കിൽ അഥവാ സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ഹജ്ജിന് പോകാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒത്തിണങ്ങിയിട്ടുണ്ട ഏത് ആണും പെണ്ണും അവർക്ക് ഹജ്ജ് ചെയ്യുക എന്നുള്ളത്, കഅബാലയത്തിൽ വന്ന് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. എന്നിട്ട് അല്ലാഹ് തുടർന്നുകൊണ്ട് പറയുകയുണ്ടായി, വമൻ കഫറ, എന്നാൽ ആരെങ്കിലും ഇതിൽ നിഷേധിക്കുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് എന്തിനാണ് ഇപ്പൊ ഇത്ര സമ്പത്ത് ചെലവാക്കുന്നത്? ആ സമ്പത്ത് കൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക്, ചില ആളുകളൊക്കെ പറയാറുണ്ട്, ആ സമ്പത്ത് കൊണ്ട് ഒരു സാധുവിന് വീട് വെക്കാൻ കൊടുത്തൂടെ, ഹജ്ജിന് പോണ പൈസ കൊണ്ട് ഒരു കുടുംബത്തിന് ജീവിക്കാലോ, 2 തലമുറക്ക് ജീവിക്കാലോ. നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയാണെന്ന് തോന്നിപ്പോകും. അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്ക് കൊടുത്തൂടെ, രോഗികളായ ആളുകൾക്ക് കൊടുത്തൂടെ? എന്തിനാണ് അവിടെ പോയിട്ട് കുറെ ചുറ്റുന്നു, കുറെ നടക്കുന്നു, കുറെ രാപ്പാർക്കുന്നു, എന്നിട്ട് ലക്ഷങ്ങൾ പൊട്ടിക്കുന്നു, സാമ്പത്തികമായി ബുദ്ധിമുട്ട് സഹിക്കുന്നു? ഇങ്ങനെയുണ്ടോ ഒരു ഇബാദത്ത് എന്നൊക്കെ പറയുന്ന മുസ്ലിം നാമധാരികളെ നമ്മൾ കാണാൻ സാധിക്കുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹുവിന്റെ കഅബാലയത്തിൽ ചെന്നുകൊണ്ട് ഹജ്ജ് ചെയ്യൽ മനുഷ്യന് നിർബന്ധമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കാണാം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയ്യുഹന്നാസ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജു. അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഉംറ നിർബന്ധമാക്കിയതുപോലെ തന്നെ ഹജ്ജും നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യൻ ചോദിച്ചു, അഫീ കുല്ലി ആമിൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, എല്ലാ കൊല്ലവും ഹജ്ജ് ചെയ്യണോ എന്ന് ഒരാവശ്യമില്ലാത്ത ചോദ്യം. റസൂലുള്ളാഹി മിണ്ടാതിരുന്നു. ഹത്താ ഖാലഹാ സലാസൻ, 3 പ്രാവശ്യം ഇയാൾ ഈ ചോദ്യം ആവർത്തിച്ചു. അത് പാടില്ലാത്തതാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ. വിശുദ്ധ ഖുർആനും ഹദീസും ഒരുപാട് വിലക്കിയിട്ടുള്ള കാര്യമാണ് അനാവശ്യമായ ചോദ്യങ്ങൾ. ആവശ്യമായി അറിയാനുള്ളതോ മനസ്സിലാക്കാനുള്ളതോ ചോദിക്കുക. ഇസ്ലാം ദീനിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ടതെല്ലാം അല്ലാഹ് പഠിപ്പിക്കും. നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട സംഗതിയില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പ്രാവശ്യം ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3ാമത്തെ പ്രാവശ്യം പ്രതികരിച്ചു, ലൗ ഖുൽതു നഅം ല വജബത് ലമസ്തതഅതും. ഞാനെങ്ങാനും നഅം എന്ന് പറഞ്ഞാൽ അല്ലാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കുമായിരുന്നു. അപ്പോൾ എല്ലാ കൊല്ലം പോയി ഹജ്ജ് ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സമനുൽ വഹി ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ചോദിച്ചു കൂട്ടരുത്. അത് ബനൂ ഇസ്രായേലിലൂടെ ജൂതന്മാരുടെ സ്വഭാവമാണ്. പശുവിനെ അറുക്കാൻ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എങ്ങനത്തെ പശുവാണ്, എന്താണ് അതിന്റെ നിറം, അതേപോലെ തന്നെ എന്താണ് അതിന്റെ കോലം, എന്താണ് അതിന്റെ വലിപ്പം, എന്താണ് അതിന്റെ വയസ്സ് എന്നുള്ള നിലക്ക് ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിച്ചു. എന്നിട്ട് അവർ അത് അറുക്കാൻ അവർ പ്രയാസപ്പെടുകയുണ്ടായി. ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം മതി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെയും നമ്മളെയൊക്കെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്, നിങ്ങൾ ഹജ്ജ് ചെയ്യണം. കഅബാലയം ഉണ്ടാക്കിയതിനു ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹ് പറയുകയുണ്ടായി, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാല. ഇബ്രാഹിം, താങ്കൾ ജനങ്ങളെ ഹജ്ജിന് വിളിക്കണം. ആരാരുമില്ലാത്ത മൊട്ടക്കുന്നുകളുടെ ഒരു താഴ്വരക്ക്, സുഫാ കുന്നിന്റെ താഴ്വരയിൽ ഒരു കഅബാലയം ഉണ്ടാക്കി, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഒരു ഭവനമുണ്ടാക്കിയിട്ട് അവിടെ ആരുമില്ല. ഹാജറുണ്ട്, ഭാര്യയുണ്ട്, അതേപോലെ തന്നെ ഇസ്മായിലുണ്ട്, വേറെ ആരുമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹ് പറഞ്ഞു, വഅദ്ദിൻ ഫിന്നാസ്, ഇബ്രാഹിം ജനങ്ങളെ ഹജ്ജിന് വേണ്ടി വിളിക്ക്, വിളംബരം ചെയ്യും. യഅതൂക റിജാലൻ, അവർ നടന്നുകൊണ്ട് താങ്കളുടെ അടുക്കലേക്ക് വരും, വിളി കേട്ട് വരും. വഅലാ കുല്ലി ളാമിരിൻ, മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളുടെ പുറത്തായിക്കൊണ്ട്, യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വിദൂര മലമ്പാതകൾ താണ്ടി കുന്നുകളും മലകളും താണ്ടി അവിടെ എത്തും. ഒരാളില്ലാത്ത സ്ഥലമാണ്, ഒരു മനുഷ്യനില്ലാത്ത സ്ഥലമാണ്, ആരും ശ്രദ്ധിക്കാത്ത സ്ഥലമാണ്. ഏതെങ്കിലും കച്ചവടന്മാരോ പതികന്മാരോ പോയാലായി, അതല്ലാതെ അവിടെ വെള്ളമില്ല, ഭക്ഷണമില്ല, അവിടെ ജീവിക്കാൻ യോഗ്യമല്ല. ഇബ്രാഹിം നബി ചോദിച്ചു, പഠിച്ചോനെ ഞാൻ വിളിച്ചാൽ എങ്ങനെ കേൾക്കാനാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇബ്രാഹിമെ വിളിച്ചോ, അദ്ദിൻ വഅലയ്യൽ ബലാഗ്, എത്തിക്കേണ്ട ഉത്തരവാദിത്തം എന്റേതാണ്, താങ്കൾ വിളിച്ചോളൂ ഇബ്രാഹിം. ഫനാദാ ഇബ്രാഹിമു, അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, കതബ അലൈക്കുമുൽ ഹജ്ജ ഇലൽ ബൈത്തിൽ അതീക ഫഹുജ്ജു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാവനമായ പുരാതനമായ കഅബാലയത്തിൽ വന്ന് ഹജ്ജ് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ വരണം. ഫസമിഅഹു മാ ബൈന സമായി വൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ളതെല്ലാം അത് കേട്ടു, എല്ലാവരും വിളി കേട്ടു. അഫലാ തറന്നാസ യുജീബൂന മിൻ അഖ്സൽ അർദി യുവല്ലൂൻ, നീ കണ്ടില്ലയോ
ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ദിക്കുകളിൽ നിന്നും തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. എന്താ അതിന്റെ അർത്ഥം? പടച്ചറബ്ബേ, നിന്റെ വിളിക്കുത്തരം ഞങ്ങൾ ചെയ്തിരിക്കുന്നു, നിന്റെ ഖലീലായ ഇബ്രാഹിമിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓരോ വർഷവും ഹജ്ജിന് വരുന്നത് നീ കാണുന്നില്ലേ? എത്രത്തോളം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മുഫസ്സിറുകൾ പറയുകയാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട്, ഫബലഗ സൗതഹു അൻഹാ അൽ അർള്, ഇബ്രാഹിം നബിയുടെ വിളി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തി. വഅസ്മഅ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾപ്പിച്ചു. അൻനുത്ഫ ഫിൽ അസ്ലാബ്, അഥവാ മനുഷ്യന്മാരുടെ മുതുകല്ലുകളിൽ നിന്നാണ് മനുഷ്യന്മാരുടെ ബീജം പുറത്തിരുന്നത്. പുരുഷന്മാരുടെ ബീജം പുറത്തു വരുന്നത്, ബീജങ്ങൾ പോലെ നമുക്ക് കേട്ടു. അഥവാ ആരൊക്കെ വരണം എന്നുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഅബാലയത്തിലേക്ക് വരാൻ അല്ലാഹു തൗഫീഖ് നൽകിയ ആളുകൾ, അഥവാ ബീജങ്ങൾ പോലും അത് കേട്ടു. വൽ അജിന്നത ഫിൽ അർഹാം, ഗർഭാശയത്തിലുള്ള കുഞ്ഞുങ്ങൾ പോലും അത് കേട്ടു എന്നാണ്. എന്നിട്ട് അവർ പറഞ്ഞു, അജാബു അന്നിദ, അവർ മറുപടി പറഞ്ഞു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, പടച്ചോനെ ഞങ്ങൾ വിളി കേട്ടിരിക്കുന്നു. അപ്പൊ അള്ളാന്റെ വിളി കേൾക്കുക എന്നുള്ളത് വല്ലാത്തൊരു തൗഫീഖാണ് പ്രിയമുള്ളവരെ. ഞാനിത് പറയാനുള്ള കാരണം, ഹജ്ജിന്റെ ഒരു പ്രാധാന്യം, ഹജ്ജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രത്തോളം പ്രാധാന്യം പഠിപ്പിച്ചു ധാരാളക്കണക്കിന് ഹദീസുകളിലൂടെ കാണാം. എന്നാൽ ഇങ്ങനെ ഹജ്ജിന്റെ പ്രാധാന്യവും ഉംറയുടെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിയിട്ടും നമ്മുടെ കൂട്ടത്തിൽ സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ കഴിവുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഇപ്പോഴും പല ആളുകളും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. സമ്പത്തില്ലാത്തതുകൊണ്ടല്ല, കുറച്ചാണ്ട് കഴിയട്ടെ, 60 കഴിയട്ടെ, 65 കഴിയട്ടെ, എന്തിനായി കാത്തു നിൽക്കുന്നത്? ഒരു ഉംറ പോലും ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം കിട്ടാത്ത സമ്പത്തുള്ള ആളുകൾ, ആരോഗ്യമുള്ള ആളുകൾ, 1,00,000 രൂപയുണ്ടെങ്കിൽ ഉംറക്ക് പോകാം, നിർബന്ധമാണ് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ. എത്രയോ സഹോദരന്മാർ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല, സഹോദരന്മാർ ആലോചിച്ചിട്ടേ ഇല്ല. അത് പറ്റൂല പ്രിയമുള്ളവരെ. എനിക്കും നിങ്ങൾക്കും ഈ പറയപ്പെട്ട ഒരു ഉംറ ചെയ്യാൻ സാമ്പത്തിക സുസ്ഥിതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഉംറ നിർബന്ധമായി. ആരോഗ്യം നമുക്കുണ്ടല്ലോ, ആരോഗ്യമില്ലാത്ത കാര്യമല്ല പറയണത്. ആരോഗ്യമില്ലാതിരിക്കുവാനും സമ്പത്ത് ഇല്ലാതായി പോകുന്ന ഒരു കാലം വരെ കാത്തു നിന്നിട്ട് എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നിട്ട് ഇനി പിന്നെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള ആരോടെങ്കിലും പറയും വക്കാലത്താക്കുക, അത് പറ്റൂല. നമുക്ക് ഹജ്ജിനും ഉംറക്കും നമുക്കൊരു ആഗ്രഹമാണ് പ്രിയമുള്ളവരെ. എനിക്ക് ഹജ്ജ് ചെയ്യണം ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം സ്വപ്നങ്ങളായി മാറി നമ്മളെ പ്രാർത്ഥനകളായി ഉയർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിളി നമ്മളെ കേൾപ്പിക്കും. 8 ലക്ഷമൊക്കെ മുടക്കി, അല്ലെങ്കിൽ 5 ലക്ഷമൊക്കെ മുടക്കി, അല്ലെങ്കിൽ 4 ലക്ഷം മുടക്കി ഹജ്ജൊക്കെ ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് വിചാരിക്കണ്ട. അള്ളാഹ്ക്ക് കഴിയാത്തൊന്നുമില്ല, നമുക്ക് കഴിയാത്തതുണ്ട്. അതുകൊണ്ട് പടച്ചോനെ ഏൽപ്പിക്കണം പ്രിയമുള്ളവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കും അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ, ഒരു മനുഷ്യൻ കടം വാങ്ങുന്ന സമയത്ത് ഇത് എങ്ങനെയെങ്കിലും വീട്ടണം, അയാൾക്ക് വീട്ടണം. അയാളെ പറ്റിക്കാനല്ല, ഇത് വല്ല സലാമത്താക്കിയിട്ട് രക്ഷപ്പെട്ടു പോകാനല്ല. അയാൾ 4 വട്ടം ചോദിച്ചു, 40 വട്ടം ചോദിച്ചു, പിന്നെ ചോദിക്കാതായി, എന്താ ആയിക്കോട്ടെ, അതല്ല. ഇതെനിക്ക് വീട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടാൻ സഹായിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്കൊരു ആഗ്രഹം വേണം. ഉംറ ചെയ്ത ആളുകൾക്ക് ഹജ്ജിന് പോകണം എന്ന് ആഗ്രഹം വേണം. അതിന് സമ്പത്ത് നമ്മൾ ഒരുക്കൂട്ടി വെക്കണം. ഉംറ ചെയ്യാത്ത ആളുകൾ ഒരു ഉംറക്ക് ആദ്യം പോകണമെന്ന് ആഗ്രഹം വെക്കണം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 10, 30, 40, 50 വയസ്സായിട്ടും ഹജ്ജിനെ കുറിച്ചും ഉംറയെ കുറിച്ചും ചിന്തിക്കാത്ത ആളുകൾ, അത് പറ്റുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അറാദൽ ഹജ്ജ ഫല്യതഅജ്ജൽ, ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യാനുള്ള വാജിബ് നിർബന്ധം അയാൾക്കായി. ഇസ്ലാം ദീനിന്റെ 5 തൂണുകളാണ്. 5ാമത്തെ തൂണില്ല. എന്തേ? സമ്പത്തില്ലാത്തതുകൊണ്ടല്ല. സമ്പത്തുണ്ടായിരുന്നു. അപ്പൊ കിട്ടിയ സമ്പത്തൊക്കെ ബിസിനസ്സൊക്കെ ഇറക്കാണ്. ബിസിനസ് ഇറക്കണ്ട, ദുനിയാവ് മെച്ചപ്പെടുത്തണ്ട എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഈ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എത്രത്തോളം സഹോദരന്മാരെ, സൗദി അറേബ്യയിൽ 10ഉം 20ഉം വർഷം ജോലി ചെയ്തിട്ട് ഹജ്ജ് ചെയ്യാത്ത ആളുകൾ. സൗദി അറേബ്യയിൽ 10ഉം 20ഉം വർഷം ജോലി ചെയ്തിട്ട് ഹജ്ജ് ചെയ്യാത്ത ആളുകൾ. കാരണം എന്ത്? അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല, അതിനെ സീരിയസ് ആയി കണ്ടിട്ടില്ല. ഒരു മനുഷ്യന്റെ ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5ാമത്തെ തൂൺ അയാൾക്ക് നിർബന്ധമായിട്ട് ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, വഴിയൊരുങ്ങിയിട്ടുണ്ട്, മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പണ്ടത്തെ കാലത്ത് പോലെയല്ല. നടന്നു പോകണം, കപ്പലിൽ കയറും, വീണ്ടും നടക്കണം. ഇല്ല, ഇപ്പൊ അതൊന്നുമില്ല. 5.5 മണിക്കൂറുണ്ട്, 6 മണിക്കൂറുണ്ട്, 4 മണിക്കൂറുണ്ട്, 4.5 മണിക്കൂറുണ്ട്, അവിടെ എത്തി അല്ലേ? എന്നിട്ടും പോണില്ല. എന്തേ? അത് ശ്രദ്ധിക്കണില്ല. അത് പറ്റൂല. റസൂലുള്ളാഹി പറഞ്ഞു, മൻ അറാദൽ ഹജ്ജ ഫല്യതഅജ്ജൽ, ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ ധൃതി കാണിക്കട്ടെ, അമാന്തിച്ച് നിൽക്കണ്ട. വയസ്സങ്ങോട്ട് കഴിയട്ടെ, നേരങ്ങോട്ട് തുടങ്ങട്ടെ, 50 അങ്ങോട്ട് കഴിയട്ടെ, 60 കഴിയട്ടെ, സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കണ്ട.
എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഇന്നഹു ഖദ് യംറുൽ മരീദ്, രോഗം പിടിവിടും മനുഷ്യന്. എന്നും ഈ ആരോഗ്യം ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട യുവാക്കളെ, യുവതികളെ, മധ്യവയസ്കന്മാരെ, ഇപ്പൊ നല്ല സുഖമാണ്, ഒരു പ്രശ്നമില്ലല്ലോ. പല ആളുകളെയും നമുക്കറിയാൻ പറ്റും, ഹജ്ജിനും ഉംറയ്ക്കും നേതൃത്വം കൊടുക്കുന്ന ആള് എന്നുള്ള നിലക്ക് നല്ല ആയുസ്സും ആരോഗ്യം ചൂടും ചുക്കാന്നുള്ള സമയത്തൊന്നും പോയിട്ടില്ല. എന്നിട്ടോ ഒടിഞ്ഞു കുത്തി ആരെങ്കിലും പിടിച്ച് വീൽ ചെയറിലൊക്കെ ഒരു സമാധാനം ഇല്ലാതെ ഒരു റാഹത്തില്ലാത്ത ഹജ്ജ് ചെയ്തു പോരെ. എന്ത് വല്യപ്പങ്ങൾ ഹജ്ജ് ചെയ്തനല്ലേ? ചെയ്തിട്ടില്ല മനു. അതാണ് അവസ്ഥ. രണ്ടാമത് ആയ കാലത്ത് ചെയ്ത് പിന്നെ അവസാന കാലത്ത് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഈ പറയണത്. ഒരു ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പ്രധാനമായി പഠിപ്പിച്ച ഇബാദത്ത്, അത് ഒന്നിനും കഴിയാത്ത മറ്റുള്ളവരുടെ നാലാളുകളുടെ ചുമലിൽ കയറി ചെയ്യേണ്ട ഒരു പ്രായത്തിലേക്ക് മാറ്റിവെക്കുന്ന പെണ്ണിന്റെ ആണിന്റെ അവസ്ഥ, മുഅ്മിനിന്റെ മുസ്ലിമിന്റെ മുസ്ലിമത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കും നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരാഗ്രഹം ഉണ്ടാകണം. യുവാക്കളെ, യുവതികളെ, സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഒരു ഉംറ ചെയ്യണം. ഹജ്ജ് ചെയ്ത ആളുകൾ ഇനിയും ഹജ്ജിന് പോകണം, ഇനിയും ഒരു ഉംറ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഹജ്ജും ഉംറയും തുടർച്ചയായി ചെയ്യണം, അതിന്റെ പ്രതിഫലം റസൂൽ പഠിപ്പിച്ചു. എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യംറുൽ മരീദ്, രോഗം ബാധിക്കും. അതേപോലെ തന്നെ വഴി അഥവാ അവന്റെ യാത്രാമൃഗം നഷ്ടപ്പെടുന്ന പറഞ്ഞു. യാത്രാമൃഗം നഷ്ടപ്പെടുന്ന പറഞ്ഞാൽ അഥവാ വഴി ഒരുങ്ങാത്ത പ്രശ്നം ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്നും വിചാരിച്ച പോലെ ഫ്ലൈറ്റ് സർവീസുകളും സംവിധാനങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല അല്ലേ? നമുക്കറിയാലോ, ഒരു GCCയിൽ പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം, ചെറിയൊരു യുദ്ധം ഉണ്ടായപ്പോ തന്നെ നമ്മുടെ പല ആളുകളെയും ബിസിനസിനെ, ജോലിയെ, വരവിനെ, പോക്കിനൊക്കെ ബാധിച്ചു. എന്താ പോകാത്ത? സാലറി കിട്ടൂല, വന്നിട്ട് 4 മാസമായി പോയിട്ടില്ല, പോകാൻ കഴിയണില്ല, തിരിച്ചു വരാൻ കഴിയണില്ല അല്ലേ? അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. റസൂൽ തുടർന്ന് കൊണ്ട് പറയുകയാണ്, താരിദുൽ ഹാജ, അവന് പല മുടക്കങ്ങളും ഉണ്ടാകും, പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അതുകൊണ്ട് ഹജ്ജ് ചെയ്യുന്ന ആളുകൾ, ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പെട്ടെന്ന് ഹജ്ജ് ചെയ്യാൻ പുറപ്പെടട്ടെ, അതിനുള്ള പണികൾ എടുക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കേണ്ടായി. ഇത് ഹജ്ജിനും ഉംറയ്ക്കും ബാധകമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ല, ഹജ്ജിന്റെ പ്രതിഫലം പഠിപ്പിച്ചെടുത്ത് പ്രവാചകൻ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം തകർത്ത് കളയുമെന്നാണ്. തകർത്ത് കളയും, ഒന്നും ഉണ്ടാവൂല, ഒന്നും ബാക്കി വെക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ട, റസൂലേ, ഏറ്റവും വലിയ അഫ്ളലായിട്ടുള്ള അമൽ ഏതാണ്? റസൂൽ പറഞ്ഞു, ഈമാനുമില്ല, ആദ്യം അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരിക്കണം. ശരി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ്? റസൂൽ പറഞ്ഞാൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെടണം. ശരി, മൂന്നാമത്തേതാണ് ഹജ്ജുൻ മബ്റൂർ, സ്വീകരിക്കപ്പെട്ട മബ്റൂറായ ഒരു ഹജ്ജ്. മബ്റൂറായ ഒരു ഹജ്ജ്. ഈ മബ്റൂറായ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് 70 വയസ്സാൻ കാത്തിക്കരുത്. നമുക്ക് നടന്ന്, നമുക്ക് ഓടി, നമുക്ക് രാപ്പാർത്ത് ഏത് സ്ഥലങ്ങളിലേക്കായി പോകുന്നത്? വിശുദ്ധ ഖുർആനും ഹദീസും എമ്പാടും പഠിപ്പിച്ച അത്ഭുതകരങ്ങളായ സ്ഥലങ്ങളിലേക്ക്, കഅബാലയത്തിന്റെ മുമ്പിലേക്കാണ്, സഫയിലേക്കും മർവയിലേക്കുമാണ്, പുണ്യഭൂമിയിലേക്കാണ്, മശായിറുൽ ഹറമിലേക്കാണ്, മിന എന്ന അത്ഭുതകരമായ ടെന്റിലേക്കാണ്, നഗരിയിലേക്കാണ് പോകുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ നബിയുടെയും പാദസ്പർശമേറ്റ ഒരുപാട് പ്രവാചകന്മാർ നമസ്കരിച്ച മസ്ജിദുൽ ഖൈഫ്, 70ഓളം പ്രവാചകന്മാർ നമസ്കരിച്ച പള്ളി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മസ്ജിദുൽ ഹറാമിലേക്ക് ഒരു വക്ത് നിസ്കരിച്ചാൽ 1,00,000 വക്ത് നിസ്കരിച്ച കൂലിയാണ്. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്അത്ത് നിസ്കരിച്ച കൂലിയാണ്. അത് കഴിഞ്ഞ് മദീന സന്ദർശനം, എത്രയാ പ്രതിഫലം! മിനയും അറഫയും മുസ്ദലിഫയും, ഇതിങ്ങനെ കേട്ടാ പോരല്ലോ പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ആഗ്രഹം മുട്ടിയിട്ട് വളർത്തി അത് പിന്നെ പുഷ്പിച്ച് കായ്ക്കണം. അപ്പോഴാണ് നമുക്ക് ആഗ്രഹം ഉണ്ടാകണം. നമുക്ക് ആഗ്രഹമൊന്നുമില്ല, എന്നിട്ട് നമ്മളിങ്ങനെ പറയും, എനിക്കൊന്നും സാധിക്കണില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നമ്മൾ സ്വന്തം മാറാൻ തയ്യാറാകാതെ അന്ന് മാറ്റുന്ന വിചാരിക്കണം. നമ്മൾ മാറണം. നമ്മളിങ്ങനെ അവിടെ ഇരിക്കുകയാണ്, നമുക്ക് ആ ചിന്തയില്ല, ദുനിയാവിന്റെ ശുഗലുകളിലാണ്, തിരക്കിലാണ്. ഇന്ന് ലീവ് എടുത്ത് പോകാൻ നമുക്ക് സമ്പത്തൊക്കെ ഉണ്ട്, പക്ഷെ എന്താ, പോകാൻ കഴിയണില്ല, പോകാൻ മനസ്സിങ്ങോട്ട് വന്നിട്ടില്ല. എങ്ങനെ ഇപ്പൊ ഒരു 10-30 ദിവസം മാറിക്കും, അപ്പോഴേ ലാഭമാണ് ചിന്തിക്കുന്നത്. അത് പറ്റൂല പ്രിയമുള്ളവരെ. നിസ്സാരമായ കാരണങ്ങൾ നിങ്ങൾക്കറിയാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹജ്ജാണ് ചെയ്തത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരികയാണ്. റസൂലുള്ളാഹിന്റെ കൂടെ ലക്ഷക്കണക്കായ സഹാബത്തുണ്ട്. അങ്ങനെ മദീനയുടെ മീഖാത്തിൽ വെച്ച് മദീനക്കാരുടെ മീഖാത്തിൽ വെച്ച് ദുൽഹുലൈഫയിൽ വെച്ച്, അഥവാ അബിയാർ അലി എന്നാണ് പേര്,
അവിടെ വെച്ച് മീക്കാത്തിൽ പ്രവേശിക്കും. എല്ലാവരും ഉണ്ട്. റസൂലുള്ളാഹിന്റെ സഹാബികളുണ്ട്, റസൂലുള്ളാഹിന്റെ ഭാര്യമാരുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാവനിതകളുണ്ട്. അപ്പൊ പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് വലിയൊരു ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കണം, ഒരു അപശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു. അപ്പൊ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പോയി, എന്തപ്പോ ആ ഒരു അനാവശ്യമായ ഒച്ചകളൊക്കെ, എന്താ ഒച്ചപ്പാടുകൾ, ശബ്ദം? അപ്പൊ എന്താ സംഭവിച്ചിട്ടുള്ളത്? അസ്മാ ബിൻതു ഉമൈസ് മീക്കാത്തിൽ വെച്ച് പ്രസവിച്ചു. ഹജ്ജിന് വന്ന പെണ്ണാണ്, 10 കഴിഞ്ഞാണ്ട് ഹജ്ജിന് വന്നിക്കണം. ആലോചിച്ച് നോക്കണം, നമുക്കൊരു മുട്ടുവേദന, കാലുവേദന, കയ്യോ നടക്കുവോ നമ്മൾ ആലോചിക്കണം. 10 കഴിഞ്ഞ പെണ്ണ് ഹജ്ജിന് വന്നിക്കണം. മീക്കാത്തിൽ വെച്ച് മദീനയിൽ നിന്ന് കുറച്ച് പുറപ്പെട്ട് മീക്കാത്തെത്താൻ അധികമൊന്നും പോണ്ട. എങ്ങനെയാണ് അന്ന് ഹജ്ജിന് അവർ പോകുന്നത്? നമ്മളെപ്പോലെ വിമാനത്തിൽ കയറിയിട്ടാണ് പോകുന്നത് പ്രിയമുള്ളവരെ. നമ്മളെപ്പോലെ വിമാനത്തിൽ കയറിയിട്ടാണ്. മക്കയിൽ നിന്നും മദീനയിലേക്ക് ഏകദേശം 450 കിലോമീറ്റർ, ഏകദേശം എത്ര കിലോമീറ്ററായി? അത് ഈ ഒട്ടകപ്പുറത്തോ അല്ലെങ്കിൽ അവരുടെ കുതിരപ്പുറത്തോ അല്ല കൈതപ്പുറത്തൊക്കെയാണ് യാത്ര ചെയ്യാൻ. ഏകദേശം 500ഓളം കിലോമീറ്റർ ഉണ്ട്. അത് ഇന്നത്തെ റോഡ് മാർഗമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇതോ മക്ക കണ്ട ആളുകൾക്കറിയാം, മക്കയിൽ പോയ ആളുകൾക്കറിയാം, കുന്നുകളും മലകളും താഴ്വരകളും താണ്ടി വേണം പോകാൻ. ഇപ്പൊ 10 കഴിഞ്ഞ പെണ്ണ് ഹജ്ജിനെ വന്നിക്കുക. റസൂലുള്ളാഹി ചോദിച്ചോ, എന്തിനാണ് ഈ മുസീബത്തിന് നിൽക്കണത്? ചോദിച്ചില്ല. എന്തിനാണ് ഈ മുസീബത്തിന് നിൽക്കണത്? എന്തിനാണ് പുറപ്പെടാൻ ആരെ പറഞ്ഞ്? ഇന്ന് റസൂലുള്ളാഹി ചോദിച്ചു? റസൂലുള്ളാഹി ചോദിച്ചിട്ടില്ല. പൊന്നാര പ്രവാചകൻ ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവ രക്തത്തിലുള്ള പെണ്ണ് എങ്ങനെയാണ് മീക്കാത്തിൽ നിന്നും ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടതെന്ന് വിധി പഠിപ്പിച്ചു കൊടുത്തു. ഈ മുൻഗാമികളുടെ ചരിത്രമാണ് പ്രിയമുള്ളവരെ നമുക്ക് പറയാനുള്ളത്. ഈ സഹാബ വനിതകളുടെ ചരിത്രമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ നമുക്ക് പറയാനുള്ളത്. ഇത് ആവേശത്തോടുകൂടി പറയാനും കേൾക്കാനും മാത്രമുള്ളതല്ല. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ കാരണങ്ങൾ പറയാണ് പല ആളുകളും, നിസ്സാരമായ കാരണങ്ങൾ. അപ്പൊ സഹോദരന്മാരെ, ഹജ്ജിന്റെ പ്രതിഫലം പറഞ്ഞ് പരലോകം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ അതിനുവേണ്ടി എന്ത് വില കൊടുത്തും, സമ്പത്ത് ഉള്ള ആളുകൾ അതിൻ്റെ അടുത്തും കടും കള്ളും വാങ്ങിയിട്ട് ഹജ്ജിന് പോകണം, ഉംറക്ക് പോകണമെന്നല്ല. നമുക്ക് ഒരു ഉംറക്ക് പോകാനുള്ള സമ്പത്തൊക്കെ നമുക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നടക്കും. അതുകൊണ്ട് ഉംറ ചെയ്ത ആളുകൾ ഇനിയും ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്ത ആളുകൾ ഇനിയും ഹജ്ജ് ചെയ്യാൻ, ചെയ്യാത്ത ആളുകൾ ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലേക്ക്, ഉംറക്കും ഹജ്ജിനും ഒരു ഒരുക്കവും അതേപോലെ തന്നെ അതിനുവേണ്ടിയുള്ള സമ്പത്ത് ഒന്ന് ഒരുമിച്ച് കൂട്ടലും ഒക്കെ നടത്തണം എന്നാണ് എനിക്ക് നിങ്ങളോടും എന്നോടുമൊക്കെ വസിയത്ത് ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഹജ്ജും ഉംറയും ഒരാണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളവും നിർബന്ധമാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കം, പ്രാർത്ഥന നടത്തേണ്ടതുണ്ട്. ഒരു മനുഷ്യന്റെ ഇസ്ലാം പൂർണ്ണമാകണമെങ്കിൽ അത് നിർബന്ധമാണ് എന്നുള്ളതെല്ലാമാണ് നമ്മൾ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജും ഉംറയുമൊക്കെ മഖ്ബൂലും മബ്റൂറുമായി നിർവഹിക്കാനുള്ള ആരോഗ്യവും സമ്പത്തും തൗഫീഖുമെല്ലാം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, സൂചിപ്പിച്ച പോലെ തന്നെ വലിയ വലിയ പ്രതിഫലം വാങ്ങിക്കൂട്ടാൻ പറ്റിയ പുണ്യഭൂമികളാണ് ഹജ്ജും ഉംറയും എന്ന് നമുക്കറിയാം. വലിയ വലിയ അത്ഭുതങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യഭൂമികൾ സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്. ഹജറുൽ അസ്വദിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, യഅതി ഹാദൽ ഹജറു യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ ഈ ഹജറുൽ അസ്വദ് വരും. ലഹു ഐനാൻ യുബ്സറു ബിഹിമാ വലിസാൻ യൻതിഖു ബിഹി. ഹജറുൽ അസ്വദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണും നാവും സംവിധാനിക്കും. എന്നിട്ട് വയഷ്ഹദു ലിമൻ ഇസ്തലമഹു ബിഹഖിൻ, അതിനെ ചുംബിച്ച ആളുകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശുപാർശ പറയും. ഹജറുൽ അസ്വദ് അത്ഭുതം. അതേപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അതിഥികൾക്ക് വേണ്ടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ ഹജ്ജാജ് വൽ ഉമ്മാർ വഫ്ദുല്ലാഹ്. ഹജ്ജിന് പോകുന്ന ഹാജിമാരായിട്ടുള്ള ആളുകൾ, ഉംറ ചെയ്യാൻ പോകുന്ന ആളുകൾ അല്ലാഹുവിന്റെ വഫ്ദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വീട്ടിലേക്ക് പോകുന്ന അതിഥികളാണ്. ഇൻ ദഅഉ അജാബഹും, അവരെന്ത് ചോദിച്ചാലും പടച്ചറബ് കൊടുക്കും.
വൈനിസ്തഗ്ഫിറു ഗഫറല്ലാഹു ലഹും, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ ഇസ്തിഗ്ഫാർ നടത്തിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങളൊക്കെ പൊറുക്കും. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയ മസ്ജിദുൽ ഖൈഫ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലാ ഫീ മസ്ജിദിൽ ഖൈഫി 70 നബിയ്യൻ, 70ഓളം പ്രവാചകന്മാർ നമസ്കരിച്ച പള്ളി ഈ മിനയിലാണുള്ളത്. അതേപോലെ തന്നെ അറഫയിൽ നിൽക്കുന്നവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നു. അറഫ മൈതാനി, അറഫയുടെ അത്ഭുതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സംവിധാനിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സംവിധാനങ്ങൾ, അതൊക്കെ നമ്മുടെ ഇബാദത്തുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെയൊക്കെ പോകാനും അവിടെയൊക്കെ ഈ ഇജാബത്ത് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് എത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണേ, ഇന്നല്ലാഹ യുബാഹി ബി അഹ്ലിൽ അറഫാത്തി അഹ്ലസ് സമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അടുക്കലുള്ള മലക്കുകളോട് അല്ലാഹു മഹത്വം പറയും. അറഫയിൽ നിൽക്കുന്ന ലക്ഷോപലക്ഷം ആളുകളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരന്മാര്. 30 ലക്ഷം ആളുകൾ, 25-35 ലക്ഷം ആളുകൾ ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഒരേ വാക്കാണ് അവർക്ക് പറയാനുള്ളത്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. പടച്ച റബ്ബേ, നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞങ്ങൾ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. നീ ആരാണ്? നിനക്കൊരു പങ്കുകാരനുമില്ല, നിനക്കൊരു കൂറുകാരനുമില്ല. നീ ആരെയും ഞങ്ങളെ നോക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ സിദ്ദീഖീങ്ങളോടോ ശുഹദാക്കന്മാരോടോ ബദരീങ്ങളോടോ ഉഹദീങ്ങളോടോ അല്ല ഞങ്ങൾ വിളിച്ച് സഹായം തേടുക. അല്ലാഹ് എന്ന വിളി മാത്രമാണ്. അതാണ് തൗഹീദ്. ഈ ഹജ്ജിന്റെ കാമ്പതാണ്. ഏത് ഇബാദത്തിന്റെയും കാമ്പേത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാണ്. പടച്ചോനെ എന്നുള്ള വിളി മാത്രം, പടപ്പുകളെ എന്നുള്ള വിളിയില്ല. ഒരാളെയും വിളിക്കൂല. അള്ളാന്റെ വലിയല്ലേ, അതേപോലെ തന്നെ ബീവിയല്ലേ, ബദരീങ്ങളല്ലേ, ഉഹദീങ്ങളല്ലേ, വിളിയില്ല സഹോദരന്മാരെ. അതാര് പഠിപ്പിച്ചതാ? ഈ ബദരീങ്ങളും ഉഹദീങ്ങളും പഠിപ്പിച്ചതാ. പടച്ചോനെ മാത്രം വിളിക്കണം, പടച്ചോനെന്നാ വിളിക്കേണ്ടത്, ബദരീങ്ങ പാപ്പാന്നല്ല. അതാണ് തൗഹീദിന്റെ കാമ്പ്. അള്ളാന്റെ കൂട്ടുകാരൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചുറ്റിയെടുത്ത് ചുറ്റാൻ, നടന്നെടുത്ത് നടക്കാൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ഓടിയെടുത്ത് സഫാമറോ ഓടാൻ, കിടന്നെടുത്ത് കിടക്കാൻ, രാപ്പാർക്ക് രാപ്പാർക്കാൻ, മിനയിൽ കിടക്കാൻ, അദ്ദേഹം മകനെ അറുക്കാൻ തയ്യാറായി അറുക്കാൻ ഒക്കെയാണ് പഠിപ്പിച്ചത്. പക്ഷേ എവിടെങ്കിലും ഇബ്രാഹിം നബിയെ കാക്കണമെന്നൊരു വിളി ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടാകുകയാണെങ്കിൽ ദീനുൽ ഇസ്ലാമിൽ ഇങ്ങനെ മഹാന്മാരോടൊരു തേട്ടമുണ്ടെങ്കിൽ, ബീവിയോടൊരു തേട്ടമുണ്ടെങ്കിൽ, സഫാമറോ നിങ്ങൾ 7ാമത്തെ പ്രാവശ്യം ഓടുമ്പോ അവസാനിക്കുമ്പോ ഹാജറെ കാക്കണേ, ഹാജറിനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ. പറഞ്ഞോ? ഇല്ല. കാരണം ഇസ്ലാമിൽ അതില്ല. ജാറങ്ങൾ ഇസ്ലാമിലില്ല, ജാറ വ്യവസായം ഇസ്ലാമിലില്ല, ഈ പുണ്യഭൂമിയിൽ അതൊന്നുമില്ല. കാരണം എന്തേ? അത് ഇസ്ലാമിലില്ലാത്തതുകൊണ്ട്. അവിടെ ഇബ്രാഹിം നബിന്റെ ഒരു ജാറം, ഇസ്മായിൽ നബിന്റെ ഒരു ജാറം, റസൂലുള്ളാഹിന്റെ ഒരു ജാറം, എന്നിട്ട് അവിടെ തിരി എത്തിച്ചു വെക്കുക, അവിടെ വർഗത്തിന്റെ എണ്ണ കൊടുക്കുക, ആലസ് കൊടുക്കില്ല. അത് ഇസ്ലാമിലില്ല, അത് ശിർക്കാണ്. അത് ആര് പഠിപ്പിച്ചു? ഈ മഹാന്മാര് പഠിപ്പിച്ചു. എവിടെയെങ്കിലും ഒരു തേട്ടമില്ല. പിന്നെന്താ പറയണത്? ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. പടച്ചോനെ, നിനക്കൊരു പങ്കുകാരനുമില്ല. ഇന്നൽ ഹംദ വന്നിഅമത ലക് വൽ മുൽക്ക് ലാ ശരീക ലക്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറ. എന്നിട്ട് ഈ ഹജ്ജും ഉംറയൊക്കെ ചെയ്യാൻ പോകുന്ന ആളുകളെ പോലും ഹജ്ജ് കം സിയാറത്ത് ടൂർ, നമ്മളെ നാട്ടിലെ ചില ആളുകൾ പാക്കേജ് അങ്ങനെയാണ്. നാഗൂർ, അജ്മീർ, മുത്തുപ്പേട്ട, മമ്പറം, ഭീമാപള്ളി, അതിന്റെ പുറമെ ഹജ്ജ് പാക്കേജ് ഇത്രയാണ്. എന്തിനാണ് അവിടേക്ക് പോണേ? അവിടേക്ക് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് സമാധാനത്തോടുകൂടി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഈ മഹാന്മാരോടൊക്കെ പറയണം. കാരണം എന്താ പറയണത്? പടച്ചോന്റെ അടുത്തേക്കാ പോണേ. വലിയ അപകടമാണ്, വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തങ്ങപ്പാപ്പ നിങ്ങൾ നോക്കണേ. റഹ്മാനായ റബ്ബിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഈ പറയപ്പെട്ട ശിർക്ക് മഹാന്മാരെ വിളിച്ച് സഹായം ചെയ്യണം. അവരെ തവക്കലാക്കി പോകുന്ന ദുരവസ്ഥകൾ നിങ്ങൾ ആലോചിച്ചു പ്രിയമുള്ളവര്. അതുകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അതിന്റെ പ്രഖ്യാപനമാണ് നമ്മൾ ഹജ്ജിലൂടെ നടത്തുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പല കർമ്മങ്ങളും നമ്മുടെ ഇബാദത്തായി പഠിപ്പിച്ചു. അറവ് നടത്താൻ പഠിപ്പിച്ചു. വലിയ പെരുന്നാളിലേക്കാണ് പോണത്. നമ്മുടെ മഹല്ലുകളിലൊക്കെ അറവ് നടത്തുന്നതിന്റെ കാര്യങ്ങൾ കമ്മിറ്റിക്കാർ ഇവിടെ ഒക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അറവ് നടത്തുന്ന വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു ഞാൻ കേട്ടിരിക്കുന്നു, അഥവാ പെരുന്നാൾ ദിവസത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവർത്തനം അള്ളാഹ്ക്ക് വേണ്ടി അറവ് നടത്തണം. എന്നിട്ടത് പാവങ്ങളെ തീറ്റിപ്പിക്കണം, നമ്മൾ കുറച്ച് കഴിക്കണം, കുടുംബക്കാർക്ക് ഹദിയ കൊടുക്കണം. അതിനേക്കാൾ വലിയ പുണ്യപ്രവർത്തനം ഇല്ല. സ്വന്തം മോനറുക്കാൻ തയ്യാറായി അല്ലേ? പക്ഷെ ഇസ്ലാമിൽ എന്തില്ല? നരബലിയില്ല, മൃഗബലിയേ ഉള്ളൂ. പല മതത്തിലും നരബലിയുണ്ട്, ഇസ്ലാമിൽ അതില്ല.
ഇസ്ലാം അള്ളാഹു പരീക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞതാ ആട്ടിൻകുട്ടിയെ അറുത്തോ പശുക്കുട്ടിയെ അറുത്തോ എന്നിട്ട് ജനങ്ങളെ തീറ്റിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഒരു ഉരുവിനെ അറുക്കാൻ പറ്റുന്ന ആളുകൾ ഉരുവിനെ അറുക്കണം. അള്ളാഹു അതിനൊക്കെ സമ്പത്ത് നമുക്ക് തന്നിയ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് പരലോകത്തുണ്ടാവുള്ളൂ. ഓരോ എത്ര രോമമുണ്ട് അതിന് പ്രതിഫലമുണ്ട്. ഓരോ ആളുകളും കഴിക്കുന്നതിന് പ്രതിഫലമുണ്ട്. ഇനി ഒരു ഷെയർ എടുക്കാൻ പറ്റുന്ന ആളുകൾ ഒരു ഷെയർ എടുക്കണം. അത് ആണിനൊടുക്കുക, പെണ്ണിനൊടുക്കുക. ഭർത്താവ് എടുക്കണമല്ലോ വിചാരിച്ച് ഭാര്യ എടുക്കാതെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഷെയർ എടുക്കാൻ തയ്യാറാവുക. ഇന്ന സ്വലാത്തി വനുസുക്കി ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ച റബ്ബേ, നബിയേ നിങ്ങൾ പറയുക, എന്റെ നമസ്കാരം, എന്റെ ബലികർമ്മം, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ എന്താ ഇതുവരെ ബലിയെടുത്തിട്ടില്ല. പൈസ ഇല്ലാത്തതുകൊണ്ടൊന്നല്ല. എങ്ങനെ ഒരു 10,000 കൊടുക്കുക, ഒരു 15,000 കൊടുക്കുക, മനസ്സുകൊണ്ട് വരുന്നില്ല. അത് പരലോകം ശരിക്കും ബോധ്യപ്പെടാത്തതുകൊണ്ടാണ്. ഒരു ഷെയർ എടുക്കാൻ, അള്ളാഹുവിന് ഏറ്റവും സ്വന്തം മകനെ ബലിയെടുക്കാൻ പറഞ്ഞൊരു അത് കേട്ടു പ്രവാചകൻ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊരു സുന്നത്താക്കി വെച്ചു. പാവങ്ങൾക്ക് ഭക്ഷണമാക്കി കൊടുക്കുന്നു. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമമാണത്. അതുകൊണ്ട് സമ്പത്തുണ്ടായിട്ടും ബലിയെറുക്കാത്ത ആളുകൾ നമ്മുടെ ഈദ്ഗാഹിന്റെ മുസ്തല്ലയിലേക്ക് വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പണ്ഡിതന്മാർ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞു അർത്ഥം ചെയ്തില്ല, ഇനി വരണ്ടാന്നാണല്ലോ. ആ ഒരു ലാഭം കിട്ടി. പെരുന്നാൾ നിസ്കാരം ഒഴിവാക്കല്ലോ, അതല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. വരണം, പക്ഷെ അത്രത്തോളം ഗൗരവം പഠിപ്പിച്ചെന്ത്, അള്ളാന്റെ മുമ്പിൽ വന്നിട്ട് അള്ളാഹു അക്ബർ എന്നിങ്ങനെ പറയണല്ലോ. അള്ളാഹു അക്ബർ പറയാൻ അവൻക്കായിട്ടില്ല. കാരണം എന്ത്, ഒരു 10,000 രൂപ കൊടുത്തിട്ട് ഒരു ഷെയർ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിൽ പിന്നെ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അൽമാലു അക്ബർ എന്നാ പറയുന്നത്, എനിക്ക് സമ്പത്താണ് വലുത് എന്നാണ് പറയേണ്ടത്, എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന് വേണ്ടി, പിന്നെ ബലിയെറുക്കാൻ, നമ്മുടെ പരലോകത്തിന് വേണ്ടി, പാവങ്ങളെ തീറ്റിപ്പിക്കാൻ വേണ്ടി, ഏറ്റവും വലിയ പ്രതിഫലം കരസ്ഥമാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കഴിയുന്ന ആളുകളൊക്കെ ഷെയർ കൊടുക്കണം. നമുക്കൊക്കെ കഴിയും, നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. പ്രിയമുള്ളവരെ, ഒരു സാധാരണ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ കുടുംബത്തിനൊന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയാൽ എത്ര റുപ്യാണ്, എത്ര ആയിരങ്ങളാണ് നമ്മൾ ഡ്രസ്സ് എടുക്കുന്നത്. നമ്മുടെ പേരിൽ അള്ളാഹു നമ്മുടെ സ്വന്തം അക്കൗണ്ടിൽ ഒരു അറവുണ്ടായിരിക്കണം, ഒരു രക്തം ചിന്തിയതുണ്ടായിരിക്കണം, പാവങ്ങളെ തീറ്റിപ്പിച്ചതുണ്ടായിരിക്കണം, ഏറ്റവും വലിയൊരു സുന്നത്ത് എടുത്തതുണ്ടായിരിക്കണം, യൗമുൻ നഹറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യപ്രവർത്തനം ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഷെയർ കൊടുക്കുക. നമ്മളെ കമ്മിറ്റിക്കാർ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മൾ ഓരോട് സംസാരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നിലക്കുള്ള സുന്നത്തുകളും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ സമ്പത്തിലും നമ്മുടെ മക്കളിലുമെല്ലാം അള്ളാഹു ഖൈറും ബർക്കത്തും നിറക്കുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മളെയും ഒരു ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജും ഉംറയും ചെയ്യാൻ ഉള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിൽ ഹജാത്. اللهم اجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.